ബ്രാഹ്മണരെ ഒന്ന് ഉയർത്തിക്കെട്ടി ബ്രാഹ്മണർ ആണ് ഇവിടുത്തെ ബഹുമാനം അർഹിക്കുന്ന ആൾ എന്ന് കാണിച്ചതേ ഉള്ളൂ ഇന്ത്യയിൽ. അതിപ്പോൾ എത്ര വിപ്ലവങ്ങളൊക്കെ കഴിഞ്ഞാലും ഇപ്പോഴും അത് തന്നെയല്ലേ ഇന്ത്യയുടെ അവസ്ഥ. അതിന് മാറ്റമൊന്നുമില്ല. അത് ആൾക്കാരുടെ ബ്ലഡിൽ കിടക്കുന്നതാണ്. ഇപ്പം ബ്ലഡിൽ കിടക്കുകയാണ്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മനുഷ്യൻ സ്വയാർജിതമായിട്ടുണ്ടാക്കുന്ന ബഹുമാനത്തിൻ്റെ സങ്കല്പങ്ങൾ അത് അവൻ്റെ ഒരു സൈക്കോളജിക്കൽ നീഡാണ്, മാനസികമായ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെയൊന്നുമല്ല, പലതിനും ബഹുമാനം ഉണ്ടാക്കാൻ വേണ്ടി വളരെ സത്യസന്ധമായിട്ട് ഓരോ ശ്രമങ്ങളിലും നടത്തും. ഇപ്പം ഡോക്ടറേറ്റ് മറ്റൊരു തൊപ്പി അതിനെ ആദരിക്കുന്ന ദിവസം അവർക്ക് ഒരു തൊപ്പിയും ഒരു സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കും. അത് മനുഷ്യൻ എസ്റ്റീം എന്ന് പറഞ്ഞ സംഭവം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു മാനസിക ആവശ്യമാണ്. അത് അവന് കൊടുക്കുന്ന അംഗീകാരമാണ് ശരിക്കും. അതിൻ്റെ അകത്ത് കിട്ടുന്നൊരു ബഹുമാനമുണ്ട്, വിലയുണ്ട്. അത് ലോകം നമുക്ക് നൽകുന്നൊരു വിലയാണ്. എന്തുമാത്രം നിലനിൽക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ബൈബിള് പറയണ എപ്പോഴും ദൈവം നമുക്ക് നൽകുന്ന ബഹുമാനം ദൈവത്തിൽ നിന്ന് മേടിക്കാവുന്നതാണ്. സോഷ്യൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ബഹുമാനത്തിൻ്റെ വരുമാനം ആർജിക്കുന്നതിനുള്ളവർ ദൈവത്തിൻ്റെ മുമ്പിൽ എങ്ങനെ ഒരു ബഹുമാനം, നീ എനിക്ക് ബഹുമാനനാണെന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? യേശുക്രിസ്തുവിൽ ബഹുമാനനാണ്, പക്ഷേ അതേസമയം തന്നെ നമ്മൾക്ക് ദൈവദൃശ്യന് ബഹുമാനമുള്ള വ്യക്തികളായി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെ നമ്മൾ ബഹുമാനമുള്ള വ്യക്തികളായി മാറണത്? അതാണ് ഈശോ പറഞ്ഞത്. ഈശോ പറഞ്ഞ അതിൻ്റെ വഴിയാണ് ഭയങ്കര രസമുള്ള വഴി. എന്താണ്? പുത്രനെ സ്നേഹിക്കുന്നവരെ പിതാവ് മാനിക്കും. യോഹന്നാൻ 12:26. യോഹന്നാൻ 12:26. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. എവിടെ നിന്നാണ് ഈ ബഹുമാനം വരണത്? യേശുക്രിസ്തുവിൽ ദൈവം പ്രഖ്യാപിച്ച ഒരു ജനറ്റിക്കലായിട്ട് ഉള്ള, നമ്മൾ സൃഷ്ടിപരമായി ദൈവം യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ച കാരണം ദൈവത്തിന് നമ്മുടെ ബഹുമാനമുണ്ട്. പുത്രനിലൂടെ കിട്ടുന്ന ബഹുമാനമാണ്. പക്ഷേ നമ്മൾക്ക് സ്വയാർജിതമായി ദൈവത്തിന് ബഹുമാനിതരാകാം. അതെങ്ങനെയാകണത്? എന്നെ യോഹന്നാൻ 12:26 എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. അതാണ് ബഹുമാനം. അപ്പം നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, ബഹുമാനിതനാണെന്ന് പറയുമ്പോഴേ ദൈവം ബഹുമാനിക്കുന്നൊരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ പറ്റും. എപ്പോഴാണ്? എന്നെ ശുശ്രൂഷിക്കുന്നതിനെ പിതാവ് ബഹുമാനിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജോൺസൺ ജോസഫ് നല്ലൊരു സാക്ഷ്യമാണ്. അയാൾ ഒരു കമ്പിളി ചാലഞ്ച് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു.